കൊച്ചി കടവന്ത്രയിൽ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. അരുക്കുറ്റി സ്വദേശി സീനത്താണ് മരിച്ചത്. ഒരാളെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KSRTC ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. ഇന്ന് രാവിലെ ഏകദേശം 9:45 കൂടിയാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. കടവന്ത്ര സിഗ്നലിന് സമീപമാണ് അപകടമുണ്ടായിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയിലേക്ക് പോവുകയായിരുന്ന KSRTC ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത്. ഈ KSRTC ബസ്സിൻ്റെ എയർ പോയതിനെ തുടർന്ന് ഡ്രൈവർക്ക് ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടിയില്ല. അതേ തുടർന്ന് ഈ മുന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഇരുചക്ര വാഹനത്തെ ഇടിക്കുകയായിരുന്നു. ഈ ഇരുചക്ര വാഹനം ചെന്ന് മുന്നിലുണ്ടായിരുന്ന കാറുകളിലിടിച്ചു. അങ്ങനെ 3 കാറുകളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇതാണ് ഈ അപകടത്തിൽപ്പെട്ട ഇരുചക്ര വാഹനം. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എത്ര ഭയാനകമായിരുന്നു, എത്രമാത്രം തീവ്രമായിരുന്നു ഈ അപകടം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നത് ഒരു സ്ത്രീയും പുരുഷനുമാണ്. മരിച്ചത് പിന്നിൽ സഞ്ചരിച്ചിരുന്ന സ്ത്രീയാണ്. അരീക്കോട് സ്വദേശി 40 വയസ്സുള്ള സീനത്താണ് മരിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ഏതായാലും അപകടം നടന്ന ഉടനെ തന്നെ പിന്നിൽ വണ്ടിയിൽ സഞ്ചരിച്ചിരുന്നവരും ഈ വ്യാപാരികളും ഉൾപ്പെടെ പരിസരത്തുള്ളവരും എല്ലാവരും തന്നെ ഉടൻ തന്നെ അവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സംഭവം അറിഞ്ഞുടൻ തന്നെ പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. റോഡിൽ മുഴുവനും രക്തം വാർന്നു കിടക്കുന്ന അവസ്ഥയായിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ എത്തി ഈ രക്തമൊക്കെ തന്നെയും റോഡിൽ നിന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അപകടത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ചെരുപ്പുകളാണ് കാണാനായിട്ട് സാധിക്കുക. അതിദാരുണമായൊരു സംഭവമാണ്. മറ്റൊരു ആക്ഷേപം ഉയരുന്നത് KSRTC ബസ്സിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. 2021 ഈ KSRTC ബസ്സിൻ്റെ ഇൻഷുറൻസ് കാലാവധി അവസാനിച്ചത്. വളരെ ഗുരുതരമായ ഒരു നിയമലംഘനം കൂടിയാണ്. ഏതായാലും അതിദാരുണമായ സംഭവമാണ് ഇന്ന് രാവിലെ കടവന്ത്രയിൽ നടന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം സ്നേഹ മൊല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.